ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡയറക്ടറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാൻ പോണത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നോക്കാം. നോക്കാം 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിലെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ഏതോ വ്യക്തികൾ, ചിലപ്പോൾ നിങ്ങളുമായിട്ട് പിണങ്ങി പിരിഞ്ഞിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുറേ കാലം നിങ്ങളെ കാണാതിരുന്ന ആൾക്കാർ, ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വിദേശത്തുണ്ടായിരുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റുമായിട്ടൊക്കെ വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ കുറേ കാലം സൗഹൃദത്തിലായിരുന്ന ആൾക്കാർ ഒരു പ്രണയമൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ വീണ്ടും തിരിച്ച് നിങ്ങൾക്ക് ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആകുന്ന ഒരു സമയമാണ്. നോക്കാം. 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇത്. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് കാത്തിരുന്നതായിരിക്കാം. ഈ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടിരിക്കുന്നേക്കാം. അപ്പോൾ ആ ഒരാൾ നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി അത് നിങ്ങളിലേക്ക് റീകൺസിലേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ഒരു നിങ്ങൾ നഷ്ടബോധത്തിലിരുന്ന ആൾക്കാർ, ആ നഷ്ടബോധമൊക്കെ മാറി ഇപ്പോൾ ഒന്ന് സന്തോഷിക്കാനുള്ളൊരു സമയം നിങ്ങൾക്കായി എന്നുള്ളതാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു എനർജി മുഴുവൻ ഒരു പ്രണയത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ ഒക്കെ എനർജിയാണ്. നിങ്ങൾക്കൊരു ഓഫർ വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കുറേ ആൾക്കാർക്കും ഇതൊരു റിലേഷൻഷിപ്പ് ഓഫറുമായിട്ടൊരു വ്യക്തി വരുന്നു എന്നൊക്കെ പറയാം. ഇതിൽ ചിലപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നതോ പ്രാർത്ഥിച്ചിരുന്നതോ പ്രതീക്ഷിച്ചിരുന്നതോ ആയ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതുമാകാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്രയും പെട്ടെന്ന് ചിലപ്പോൾ അത് നടക്കും എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിരുന്നിരിക്കില്ല. അങ്ങനെ ഒരു ആള് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ലവേഴ്സ് കാർഡാണ്. അപ്പോൾ ഇന്നത്തേത് മുഴുവൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് വന്നിട്ടുള്ളത്. ലവേഴ്സാണ്. അപ്പോൾ ഇത് ഒരു റീകൺസിലേഷനാണ്. ഇത് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷനും ഉണ്ടായിരുന്നിരിക്കാം. ഒരുപാട് സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നിരിക്കാം നിങ്ങൾ. ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല, ഡിവൈൻ മെസ്സേജാണ്, മോർണിംഗ് മെസ്സേജാണ്. പക്ഷേ ഇതിനകത്ത് ഇന്നത്തെ ദിവസം ആദ്യം വരുന്ന കാർഡുകളൊക്കെയും തന്നെ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ചിലപ്പോൾ അത് അറിയാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ മെസ്സേജസ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളോ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചെന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന് നിങ്ങൾ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ കാത്തിരുന്നതായിരിക്കാം. ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഒരാളും അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരിക്കാം. ആ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് അങ്ങനെ ഇരുന്ന ആൾക്കാരായിരിക്കാം. എന്തായാലും ആ ഒരു വ്യക്തി ശരിക്കും അല്ലെങ്കിൽ അതേപോലെ എനർജി ഉള്ളൊരു വ്യക്തി, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച പ്രാർത്ഥിച്ച കാത്തിരുന്ന ആ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ലവേഴ്സ് കാർഡും പറയുന്നത്. ഒരു വിവാഹത്തിൻ്റെയൊക്കെ എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നിങ്ങളൊരു വിവാഹം കഴിക്കാനൊക്കെ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. നയൻ ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. പിന്നെ 10 ഓഫ് പെൻറ്റാക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ശരിക്കും ഒരു പോസിറ്റീവാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളൊന്ന് ഒരു ശാന്തമായിട്ടിരിക്കാൻ, സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നിങ്ങളൊന്ന് ഒന്ന് കാം ഡൗൺ ആകണ ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോയിന്റാണ് കുറവുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം വീക്കായിരുന്നെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ ഒരാൾ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ റിലേഷൻഷിപ്പിലല്ല ഇഷ്യൂസ് ഉണ്ടായിരുന്നത്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു കാര്യത്തിനും പരിഹാരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്യാനൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റും. ചിലപ്പോൾ കുറേ കാലത്തിന് ശേഷമായിരിക്കും അത്. ഇതിൽ 10 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത് ഇതിനകത്തൊരു മാരേജും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇതിലൊരു മാരേജ് ഫങ്ഷനൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി റിവീലിംഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഫാമിലി ആയിട്ട് അടുപ്പമുള്ള ഏതെങ്കിലും ആൾക്കാരുടെയോ അങ്ങനെയുള്ള ഒരു ഫങ്ഷനൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോണ ഒരു ത്രില്ലിലാണ് നിങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതിരുന്ന കുറച്ച് കാര്യങ്ങളിൽ ശരിക്കും ക്ലാരിറ്റി വരുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ ഒരു കൃത്യത നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. ശരിക്കും പല കാര്യങ്ങളും ഇതിലൊരു ക്ലാരിറ്റിയുടെ ഒരു കാർഡാണ്. നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങളൊന്ന് മാറി ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയമായി എന്നൊക്കെ ഒരു ഇൻഡ്യൂഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്നേക്കാം. വോയേജാണ് ഇതിൽ. നിങ്ങൾക്കൊരു വഴി കാണാതിരുന്ന, ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ആ ഒരു വഴി കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കൺഫ്യൂസ്ഡ് ആയിരുന്ന ആൾക്കാർ ആ ഒരു കാര്യത്തിനുള്ള ഉത്തരം ആൾറെഡി നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്ന കാര്യമാണ്. പക്ഷെ അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നിരിക്കുക. എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ആൻസേഴ്സ് ഉണ്ട്. നിങ്ങളുടെ കൺഫ്യൂഷനും നിങ്ങളുടെ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ പ്രശ്നത്തിനുമുള്ള മറുപടി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു സമയമായിരിക്കാം നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സമയമായിരിക്കാം. യൂണിവേഴ്സാണ്. നിങ്ങൾ ഇത് യൂണിവേഴ്സിൻ്റെ ഒരു സ്റ്റാഴ്സാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ഉൾപ്പെടാനുള്ള ആ ഒരു കാരണവും അതിൻ്റെ നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത്, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ഇത് ഒരു മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റാർ ആണ് എന്നുള്ളതാണ്. നിങ്ങൾ സ്റ്റാർ ഡസ്റ്റ് ആണെന്നാണ്. അപ്പോൾ അതായത് നക്ഷത്രപ്പൊടികളുടെ നക്ഷത്രത്തിൻ്റെ ഓരോ കണികകളാണ് നിങ്ങളെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സമയം നമ്മളൊന്നിൻ്റെയും കേന്ദ്രമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളില്ലെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷേ നമ്മളില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കുന്ന അസന്തുലിതാവസ്ഥ മറ്റു പല കാര്യങ്ങളെയും ബാധിക്കും എന്നുള്ളതാണ്. നമ്മളുടെ കാര്യത്തെയും ബാധിക്കും, നമ്മുടെ കൂടെ നിൽക്കുന്ന പല കാര്യങ്ങളെയും അത് ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ സന്തോഷങ്ങളും നമ്മൾ
എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അത് വേറെ കുറേ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും നെഗറ്റീവ്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളുടെ മുന്നിലുള്ള സന്തോഷങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മളുടെ സന്തോഷങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുക. എപ്പോഴും താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമുക്ക് കിട്ടുന്ന ചെറിയ കാര്യങ്ങളെ പോലും നമ്മൾ ആശ്ചര്യത്തോടെ കാണാൻ ശ്രമിക്കുക, താങ്ക്ഫുൾ ആയിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലും അത് റീസൈക്ലിംഗ് പോലെ അത് വീണ്ടും നമ്മളിലേക്ക് തന്നെ വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി എന്നുള്ളതാണ്. വില്ലനാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് റീറേറ്റ് ചെയ്യാതെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഭയപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തന്നെ നമ്മളുടെ ജീവിതകഥ നമുക്ക് തന്നെ റീറൈറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി. നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രശ്നത്തെ മാത്രം ഫോക്കസ് ചെയ്ത് ഇരിക്കാതെ നമ്മളുടെ നന്മകളെ ഫോക്കസ് ചെയ്തിരിക്കുക. നമ്മളുടെ ഉള്ളിലെ ആ ഒരു വില്ലനെ നമ്മൾ ഇല്ലാതാക്കി കളയണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ സ്റ്റോറി, നമ്മളുടെ സ്വന്തം ജീവിതകഥ നമുക്ക് റീറൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. റെയിൻ ഡ്രോപ്സ് ആണ്. നമ്മളിൽ നിന്നും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വേണമെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ആ വ്യക്തിയെ വീണ്ടും ഒരിക്കൽ കൂടി ഒരു ചാൻസ് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇത് ചാൻസ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. പക്ഷെ വേണമെങ്കിൽ അവരെ ശരിക്കും പശ്ചാത്തപിച്ചാണ് തിരിച്ചു വരുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ ആലോചിച്ച് മാത്രം ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മൾ ഇതുകൂടി മനസ്സിലാക്കുക, നമ്മൾ ആരെയും കണ്ണും അടച്ച് വിശ്വസിക്കാതിരിക്കുക. കാരണം നമ്മളെ ഒരിക്കൽ ചീറ്റ് ചെയ്ത ആൾക്കാർക്ക് വീണ്ടും നമ്മളെ ചീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കണ്ണും അടച്ച് വിശ്വസിക്കാതിരിക്കുക. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചാൻസ് കൂടി കൊടുത്തു നോക്കുക. രണ്ടുമുണ്ട്. അത് നിങ്ങളുടെ ചോയ്സാണ് എന്നുള്ളതാണ്. ലാവൻഡറാണ്. നിങ്ങളുടെ ചുറ്റും സ്നേഹം കൊണ്ട് നിറയ്ക്കുക. അത് നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാകട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലാകട്ടെ, നമ്മൾ മാക്സിമം പോസിറ്റിവിറ്റിയും സ്നേഹവും പ്രണയവും കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ പ്രശ്നങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ഒരിടത്തു നിന്ന് അറിയുന്ന പ്രശ്നങ്ങൾ, നമുക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ അത് സ്പ്രെഡ് ചെയ്യാതെ സ്നേഹവും പ്രണയവും സന്തോഷവും ഒക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് ആകാൻ ശ്രമിക്കുക. വിങ്സ് ആണ്. നിങ്ങൾക്ക് ഈ ചിറകുണ്ടെങ്കിലേ പറക്കാൻ പറ്റൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. ചിറകില്ലെങ്കിൽ നിങ്ങൾക്ക് പറക്കാൻ പറ്റും. നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ ഈ ആകാശത്തൂടെ പറക്കണം എന്നുള്ളതാണ്. അത് അത്രയും ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉള്ളവർക്കേ പറ്റുള്ളായിരിക്കാം. നമ്മളിങ്ങനെ പറന്ന് നടക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങ് ഒഴുകി നടക്കുക. നമ്മൾ ഇതിന് ഒരു മീനിങ് എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ ഇങ്ങനെ ബലം പിടിച്ചിരിക്കാതെ നമ്മൾ അതിൽ എല്ലാം ഒരു ചില കാര്യങ്ങളെങ്കിലും നമ്മൾ ഈസി ആയിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ട് ഒരു കാര്യവും കൊണ്ടുപോകാൻ പറ്റൂല. നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കാനും പറ്റൂല. സ്റ്റഫാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള സമയങ്ങളിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കുന്ന ദൈവമാകാം, നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആകാം. അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ഒരു ശരിക്കും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാനുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. അല്ല, ചിലപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ടെന്ന്. റോസാണ്. റൊമാൻസ് ഈസ് ഇൻ ദ എയറാണ് വന്നിട്ടുള്ളത്.
ഇന്ന് പ്രണയമാണ്, നിങ്ങളുടെ ചുറ്റും പ്രണയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയ മെസ്സേജ് പോലെ ഒരുപാട് സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ മെസ്സേജസ് ആണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലിരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രണയം ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രണയത്തിൻ്റെ ഓഫർ കിട്ടും എന്നുള്ളതാണ്. സിസേഴ്സാണ്. ചില അഫയേഴ്സിൽ, ചില ബന്ധങ്ങളിൽ നമുക്ക് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാകാം. എല്ലാത്തിനും അല്ലെങ്കിലും ചില ആൾക്കാർക്ക് മാത്രമുള്ള ഒരു മെസ്സേജ് ആയിരിക്കും കേട്ടോ ഇത്. ചില ആൾക്കാർക്ക് ഒരു ചില കാര്യങ്ങളിൽ ഒരു നിരാശ വന്നേക്കാം എന്നുള്ളതാണ്. ക്ലോ ആണ്. ഇന്നത്തെ ദിവസം റിസ്ക് എടുക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. ഇന്നത്തെ ദിവസം നിങ്ങൾ റിസ്ക് എടുക്കാൻ പാടില്ല. ബ്രോക്കൺ റിംഗ് ആണ്. ചിലപ്പോൾ ചില ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്നോ റിലേഷൻഷിപ്പിൽ നിന്നോ പിന്മാറി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് വേണ്ടെന്ന് നേരത്തെ നിങ്ങൾ തീരുമാനിച്ച കാര്യമായിരിക്കും, ഇന്നത് പൂർണ്ണമായും തീരുമാനിച്ച് നിങ്ങൾ മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.